ഞാൻ ഒരുപോലെ കാണുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഒരു ആത്മഗുരുവായി കാണുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. കാരണം പൂന്താനം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹത്തെ ഒരു ഭാഷാ കവിയായി, ഒരു മലയാളത്തിലിരുന്ന കവി, അന്ന് സംസ്കൃതബദ്ധമായി എഴുതുന്ന കവികൾക്കായിരുന്നു പ്രാധാന്യം. ഇപ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു കവിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ആത്മഗുരുവായിട്ട് ഞാൻ കാണുന്ന പൂന്താനമാണ്. കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, കൂടെയല്ല പിറക്കുന്ന നേരത്ത്, കൂടെയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ എന്നാണ്. കൂടെയല്ല പിറക്കുന്നത്, കൂടെയല്ല അല്ലേ മരിക്കുന്നത്, ഇടയിൽ കാണുമ്പോൾ എന്തിനാണ് ഈ മത്സരം, കോമ്പറ്റീഷൻ എന്നാണ്. ഈ മത്സരത്തെ സംബന്ധിച്ച് അന്നേ അദ്ദേഹം ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നതു ചിലർ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ജ്ഞാനപ്പാന എന്ന കവിത തുടങ്ങുന്നത്. ആ കാവ്യം തുടങ്ങുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടല്ല. ആ കാലഘട്ടത്തിൽ എല്ലാ കവികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു കൃതികൾ തുടങ്ങിയിരുന്നത്. പക്ഷേ ഇദ്ദേഹം ഗുരുനാഥനെ സ്തുതിച്ചുകൊണ്ടാണ്. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമായി തിരുവാൻ എന്നാണ്. മങ്ങിയ കാഴ്ചകളെ കുറിച്ചും മനുഷ്യ സ്നേഹത്തെ കുറിച്ചും അങ്ങ് എഴുതിയിട്ടുണ്ട്, ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഒരേ ഒരു കവിത കൂടി അങ്ങയുടെ. മനുഷ്യ സ്നേഹത്തെ കുറിച്ച് മനുഷ്യനാകണം, മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. മനുഷ്യനാകണം ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലെന്തു തോൽക്കുകയില്ലതാണു മാർക്സിസം. തോൽക്കുകയില്ല, തോൽക്കുമെങ്കിലില്ല മാർക്സിസം. കണ്ണടയുടെ രണ്ടുപേരും ഒന്ന് കൈയടിച്ചേ, എല്ലാരും ഒന്ന് വലിയൊരു കൈയടി. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇത്രത്തോളം നിരവധി കവിതകൾ അദ്ദേഹം നമുക്ക് വേണ്ടി ആലപിച്ചു, അദ്ദേഹത്തിന്റെ സ്വന്തം കൃതികളൊപ്പം അദ്ദേഹം മാനസഗുരുവായി കാണുന്ന പൂന്താനത്തിന്റെ അടക്കമുള്ള വരികൾ നമുക്ക് വേണ്ടി എത്തിച്ചു. വലിയ സന്തോഷം ഞങ്ങൾക്കൊപ്പം എത്തിയതിന്, കവിതകൾ ചൊല്ലിയതിന്, കൊണ്ടാടുക, ആഘോഷിക്കുക കേട്ടോ. വിസ്മയം പോലെ ലഭിക്കും നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്ത് ജ്വലിപ്പിക്കുക. കടമനിട്ട് പറയുന്നതാണ്, വിസ്മയം പോലെ ലഭിക്കും നിമിഷങ്ങൾക്ക് അർത്ഥം കൊടുത്തു ജ്വലിപ്പിക്കുകയാണു നാം. എല്ലാവർക്കും ആശംസകൾ.